കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആവശ്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും രേഖപ്പെടുത്തുക. അതേ ചൊല്ലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ ഈശോയെ, എന്തിനാണ് എനിക്ക് ഇത്രയും വലിയ അസുഖം തന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഈ വേദനയും ഈ അസുഖവും എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, എൻ്റെ കുടുംബത്തെയും എൻ്റെ ചുറ്റിനുള്ളവരെയും ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങ് കാണുന്നില്ലേ? എന്നിട്ടും എന്തിനാണ് എനിക്ക് ഇത്രയും വലിയൊരു വേദന തരുന്നത്? ഇങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴും ഈശോയോട് ചോദിക്കാറുണ്ടോ? എന്നാൽ നിങ്ങൾ അറിയേണ്ടത് ഇത് മാത്രമാണ്: നമ്മുടെ ഈശോ ഒരിക്കലും ഇത്രയും വലിയ വേദനകളും സഹനങ്ങളും വെറുതെ അങ്ങ് ആർക്കും കൊടുക്കാറില്ല. ഏറ്റവും കൂടുതൽ ദൈവത്തിന് അടുപ്പമുള്ളവരോട് മാത്രമാണ് ദൈവം ഇങ്ങനത്തെ ഓരോ പണികൾ കൊടുക്കാറുള്ളൂ. ഇത്രയും കഷ്ടപ്പാടും സഹനവും തന്നിട്ടും നീ എന്നോട് കൂടെ നിൽക്കുന്നുണ്ടോ? നീ എന്നെ വിട്ട് വേറെ പാതയിൽ സഞ്ചരിക്കുന്നുണ്ടോ? നിനക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടോ? എന്നൊക്കെയാണ് നമ്മുടെ ജെറേമിയ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 17-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവിൻ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ സമയമായി. നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ആത്മവിശ്വാസം മാത്രമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കും, നിങ്ങൾക്ക് പ്രത്യാശയും ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റിത്തരും. ആമീൻ.